ഹായ്. അസ്ഥി തേയ്മാനം അല്ലെങ്കിൽ എല്ലിൻ്റെ ഉള്ളു കുറയുക, ഡെൻസിറ്റി കുറയുക, ഇതിനാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇതൊരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും സംഭവിക്കും. ആണുങ്ങളിലും വിമനിലും ഇത് സംഭവിക്കുന്നതാണ്. വിമനിൽ മെനോപോസ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നേരത്തെ സംഭവിക്കാവുന്ന ഒരു ഇവൻ്റാണത്. ആണുങ്ങളിൽ ചിലപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് നീണ്ടു പോകുന്നിരിക്കും. എന്തായാലും ഇത് സംഭവിക്കും. അപ്പോൾ ഒരു കൺട്രോൾ വിട്ട് പോയി കഴിയുമ്പോൾ നിസ്സാരമായ വീഴ്ചകളോ അല്ലെങ്കിൽ ഒരു ട്രോമയോ വന്നു കഴിഞ്ഞാൽ എല്ല് പൊട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് അതുവരെ എത്തിക്കാതെ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലിൻ്റെ ശക്തിയെ എല്ലിൻ്റെ ആരോഗ്യത്തിനെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചികിത്സാ രീതികൾ, കുറച്ച് മരുന്നുകളുണ്ട്. അതിനൊന്ന് പരിചയപ്പെടാം. ഒന്ന്, ടെറിപാരറ്റൈഡ് എന്ന് പറയുന്ന റീകോമ്പിനൻറ്റ് പാരാതൈറോയ്ഡ് ഹോർമോൺ ഉണ്ട്. അത് നമ്മൾ ചെറിയ ഡോസിൽ എടുക്കുമ്പോൾ എല്ലിൻ്റെ ആരോഗ്യം കുറച്ച് കൂടും. പിന്നെ സോളിഡ്രോണിക് ആസിഡ് IV ഡ്രിപ്സ്, അത് മിക്കവാറും ക്യാൻസർ പേഷ്യൻസിനും ഒക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. കാരണം എല്ലിൻ്റെ ഉള്ളു കുറഞ്ഞു. അത് റെഗുലർ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും അവർ എല്ലിൻ്റെ ആരോഗ്യം കൂട്ടാനും അല്ലെങ്കിൽ തേഞ്ഞു പോയ അസ്ഥി തേയ്മാനത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കാൽസിറ്റോണിൻ സ്പ്രേ ആണ്, നേസൽ സ്പ്രേസ് ആയിട്ട് ഒരു മൂക്കിൽ ഒരു ദിവസം അടിക്കുന്നു, മറ്റേ മൂക്കിൽ ഒരു ദിവസം അടിക്കുന്നു, അത് യൂസ് ചെയ്യാൻ പറ്റും. ഡെനിസുമാബ് എന്ന് പറയുന്ന ഒരു ഡോസ് ഇഞ്ചക്ഷനായിട്ട് ഒരു 6 months അല്ലെങ്കിൽ 3 months ഡ്യൂറേഷനിൽ ഒന്നൊന്നായിട്ട് എടുക്കാവുന്ന രീതിയിലുള്ള ഡെനിസുമാബ് ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഉള്ളു കുറഞ്ഞ എല്ലിൻ്റെ ആ പ്രോസസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ എല്ലിൻ്റെ ആരോഗ്യം കുറച്ചും കൂടി ഒന്ന് കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഡയറ്റ്, നല്ല എക്സസൈസ്, സ്ട്രെങ്തനിങ് എക്സസൈസസും കൂടി ചെറിയ തോതിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലിൻ്റെ ആരോഗ്യം നമുക്കൊരു പരിധി വരെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. താങ്ക് യു.